സ്വപ്നങ്ങളുടെയെല്ലാം 90% ഒരു തുറന്നുവിടലാണ്. രാത്രിയിൽ ഈ ആഗ്രഹങ്ങളെ തുറന്നുവിടുകയാണ്. രണ്ടാമത്തെ തരത്തിലുള്ള സ്വപ്നങ്ങൾ നമുക്കതിനെ നിരീക്ഷിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അത് ഒരുപാട് കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യം ആണെങ്കിൽ. സ്വപ്നങ്ങളുടെ മൂന്നാമത്തെ പാളി അത് നിങ്ങളുടെ ഉള്ളിലുള്ള ഓർമ്മകളുടെ പുതിയ തലങ്ങളെ തുറക്കലാണ്. അത് വേദനിപ്പിക്കുന്നതാകാം. മറ്റൊരു തരത്തിലുള്ള സ്വപ്നമുണ്ട്, തന്ത്ര. അതിങ്ങനെയാണ്. അതായത് നിങ്ങളൊരു സ്വപ്നം കാണുന്നു, സാവധാനം നിങ്ങളതിനെ യാഥാർത്ഥ്യമാക്കുന്നു. നമ്മൾ സ്വപ്നമെന്ന് വിളിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് നിരവധി വശങ്ങളുണ്ട്. കൂടാതെ ഈ അസ്തിത്വത്തിനും. അതിനെയാണ് നാം സ്വപ്നമെന്ന് വിളിക്കുന്നത്. ഐ ഹാവ് എ ഡ്രീം എന്ന പ്രശസ്തമായ പ്രസംഗത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ സംസാരിക്കുന്ന സ്വപ്നങ്ങൾ അത് നിങ്ങൾ കാണുന്നതല്ല, നിങ്ങളിൽ സംഭവിക്കുന്നതാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ പ്രകൃതം കാരണം നിങ്ങളതിലെത്തിപ്പെടുന്നതല്ല. അത് മറ്റെവിടെ നിന്നോ സംഭവിക്കുന്നത് പോലെയാണ് അനുഭവപ്പെടുന്നത്. ഈ സ്വപ്നങ്ങളെ നമുക്ക് 4 വിഭാഗങ്ങളായി തിരിക്കാം. ഈ 4 വിഭാഗങ്ങളെ വീണ്ടും പല മടങ്ങായി തിരിക്കാം. നമുക്കിപ്പോൾ ഈ 4 തരത്തെ നോക്കാം. ഏകദേശം 90%, അതിലും കൂടുതൽ സ്വപ്നങ്ങളുടെ ഒരു 90% വെറുമൊരു തുറന്നുവിടലാണ്. തുറന്നുവിടൽ എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം മനുഷ്യ മനസ്സുകളും ഇങ്ങനെയാണ്. അവ നിസ്സഹായരാണ്. അവർ കാണുന്ന കാര്യങ്ങൾ അത് നല്ലതാണെങ്കിൽ, മനോഹരമാണെങ്കിൽ, ആകർഷണീയമാണെങ്കിൽ, വിലപ്പെട്ടതാണെങ്കിൽ അതവർ അറിയാതെ ആഗ്രഹിക്കും. അപ്പോൾ ഒരു ദിവസം മനസ്സ് സൃഷ്ടിക്കുന്ന ഒരുപാട് ആഗ്രഹങ്ങൾ, ഭൂരിഭാഗം ആഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ല. അത് വെറുതെ സംഭവിക്കുന്നതാണ്. കാരണം മനസ്സ് അങ്ങനെ ഒരു സ്ഥിതിയിലാണ്. ഒരു കാര്യം നല്ലതാണെങ്കിൽ എനിക്കത് വേണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയും അത് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും യാഥാർത്ഥ്യമാകുന്നില്ല. അത് യാഥാർത്ഥ്യമായാൽ നിങ്ങൾ ശരിക്കും വലിയൊരു പ്രശ്നത്തിൽപ്പെടും. അപ്പോൾ ഈ സ്വപ്നം നിങ്ങളെ സഹായിക്കുന്നു. ഇപ്പോൾ ഇവിടുത്തെ ഹഠയോഗ പ്രോഗ്രാമിലിരിക്കുമ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് 3-4 മണിക്കൂർ നേരത്തെ സാധനങ്ങളെല്ലാം ചെയ്ത് പഠിക്കാനുള്ളതെല്ലാം പഠിച്ച് അങ്ങനെ ഉച്ച കഴിയുമ്പോൾ നിങ്ങൾക്കൊന്ന് മയങ്ങാൻ തോന്നും, അല്ലെങ്കിൽ ഒരു ചായയോ കാപ്പിയോ കുടിക്കാൻ തോന്നും. പക്ഷെ അവർ നിങ്ങൾക്ക് കൊള്ളു സൂപ്പ് തരും. ഇപ്പോൾ അത് ഫേമസ് ആണ്, കൊള്ളു സൂപ്പ്. അപ്പോൾ നിങ്ങളുടെ മനസ്സ് പറയും, അയ്യോ എനിക്കിപ്പോൾ ഒരു ചായയോ കാപ്പിയോ കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിലെന്ന്. ഇന്ന് രാത്രി നിങ്ങളെ കാണുന്നത് ഒരു വീപ്പ മുഴുവൻ ചായ നിങ്ങൾ കുടിക്കുന്നതായിട്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ നേരെ കടലിലേക്ക് ചെല്ലും. ഇന്ത്യൻ മഹാസമുദ്രം മുഴുവൻ കാപ്പിയായി മാറിയിട്ടുണ്ടാകും. ഞാനിങ്ങനെയുള്ള അസംബന്ധങ്ങളായ ഉദാഹരണങ്ങൾ പറയാൻ കാരണം
സ്വപ്നങ്ങളെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള അതിശയോക്തികളാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ അതിശയോക്തികൾ. അല്ലെങ്കിൽ അതൊരു തുറന്നുവിടലാണ്. നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങളത് സാധിച്ചു, ചായ കുടിച്ചു. പിറ്റേ ദിവസം നിങ്ങൾക്ക് അല്പം സമാധാനമുണ്ടാകും. പിറ്റേ ദിവസം നിങ്ങൾക്ക് അല്പം സമാധാനത്തോടെ ആ സൂപ്പ് കുടിക്കാം. അതെ, സ്വപ്നത്തിലൂടെ ഈ ഒരു തുറന്നുവിടൽ സംഭവിച്ചില്ലെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ടായി ഉള്ളിലുണ്ടാവും. അതത്രത്തോളം വലിയൊരു നിർബന്ധ പ്രേരണയായി മാറും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സ്വപ്നങ്ങൾ നിങ്ങളെ സഹായിക്കുകയാണ്. അത് നിങ്ങൾ ഗാഢനിദ്രയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ തുറന്നുവിടും. കാരണം ശരീരം അപ്പോൾ വിശ്രമാവസ്ഥയിലാണ്. മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഊർജം അവശേഷിക്കുന്നുണ്ട്. ഈ സമയം മനസ്സ് ഈ ഊർജങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവയെ തുറന്നുവിടും. 90% സ്വപ്നങ്ങളും ഈ ഒരു വിഭാഗത്തിൽ പെടുന്നവയാണ്. ഇതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, പ്രത്യേകിച്ചൊന്നും ഓർക്കേണ്ട ആവശ്യമില്ല. അത് സംഭവിക്കട്ടെ. എന്നാൽ എല്ലാ ദിവസവും നിങ്ങൾക്കിങ്ങനെ സ്വപ്നങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങൾ കൂടുതൽ ബോധവാനാകണം. പകൽ സമയത്ത് നിങ്ങൾ കൂടുതൽ ബോധവാനാകുമ്പോൾ രാത്രിയിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ കുറഞ്ഞു വരുന്നതായി കാണാം. ചുറ്റുമുള്ള എല്ലാത്തിനെയും ബോധമില്ലാതെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൂടുതൽ സ്വപ്നങ്ങൾ സംഭവിക്കും. ഇത് നിങ്ങളുടെ അനുഭവത്തിൽ വ്യക്തമാവുന്നതാണ്. പകൽ മുഴുവൻ നിങ്ങൾ വേണ്ടത്ര ധ്യാനിക്കുകയാണെങ്കിൽ അന്ന് രാത്രി നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ ഒരിക്കലും സ്വപ്നം കാണില്ല എന്നല്ല, സ്വപ്നങ്ങളുണ്ടാവും, വളരെയധികം കുറവായിരിക്കും. സ്വപ്നങ്ങളുടെ മറ്റൊരു രീതിയിലുള്ള ആവിർഭാവം എന്നാൽ പ്രാരാബ്ധം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. പ്രാരാബ്ധം എന്നാൽ ഇപ്പോൾ നമ്മുടെ ശരീരവ്യവസ്ഥയിൽ വലിയ രീതിയിലുള്ള ഓർമ്മകളുടെ ഒരു കൂമ്പാരമുണ്ട്. ഇതിനെ പറയുന്നത് കാർമ്മിക ഘടന എന്നാണ്, അല്ലെങ്കിൽ കർമ്മശരീരം. കർമ്മശരീരം എന്നാൽ ഓർമ്മകളുടെ ശരീരമാണ്. ഓർമ്മകളുടെ ഒരു വലിയ കൂമ്പാരമുണ്ട്. ആ ഓർമ്മകളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇവിടെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് തകർന്നു പോകും. തീർച്ചയായും അത്രമാത്രം ഓർമ്മകളുണ്ട്. ആർക്കും അത് കൈകാര്യം ചെയ്യാനാവില്ല. ഇതെനിക്ക് സംഭവിച്ചതാണ്. 30 വർഷങ്ങൾക്ക് മുമ്പ് പെട്ടെന്ന് എനിക്കൊരു അനുഭവമുണ്ടായി. അതിനുശേഷം എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അത്രയും ഓർമ്മകൾ, ജന്മാന്തരങ്ങളിലെ ഓർമ്മകൾ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. എൻ്റെ മനസ്സ് തകർന്നു പോകുമെന്ന പോലെ. അത്രയ്ക്കും ബൃഹത്തായ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് അത് കൈകാര്യം ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് തകർന്നു പോകും. വലിയ ഓർമ്മകളുടെ കൂമ്പാരങ്ങൾ നിങ്ങളുടെ മാനസിക ഘടനയിലേക്ക് പതിക്കുമ്പോൾ അതിന് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. ഉറങ്ങിക്കിടുന്ന ഓർമ്മകൾ സജീവമായി വരുന്നു. So, nature has devised a way, or your own system has evolved a way of… ഓർമ്മകളുടെ ഒരു ഭാഗം മാത്രം എടുക്കുക, അനുവദിക്കപ്പെട്ട ഭാഗം മാത്രം. ഇന്നത്തേക്ക് കൈകാര്യം ചെയ്യുന്നതിനായി. ഇതിനെയാണ് പ്രാരാബ്ധമെന്ന് പറയുന്നത്. ഇത് സാധാരണമായൊരു വാക്കാണ്. അതായത് സാധാരണ സംഭാഷണങ്ങളിൽ വരുന്ന വാക്കാണത്. നമ്മുടെ മുത്തശ്ശിമാരുടെ എല്ലാം ഇക്കാലത്ത് അവയെല്ലാം പോയി തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഗ്രാമങ്ങളിൽ അതങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ വിചാരിച്ചതുപോലെ നടക്കുന്നില്ല എങ്കിൽ അവർ പറയും, അയ്യോ പ്രാരാബ്ധം. That means it's already allotted memory, it's coming, it's playing. It's not happening here, it's happening here. എന്നാൽ ഇങ്ങനെയും പറയുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ എന്താണോ മുദ്രണം ചെയ്തിട്ടുള്ളത് അതാണ് നിങ്ങൾക്ക് ചുറ്റും നടക്കുന്നത്. ഇപ്പോൾ അത് മറ്റൊരു തരത്തിലുള്ള സ്വപ്നമാണ്. അത് സംഭവിക്കുകയാണ്. അത് സംഭവിക്കുന്നത് ദിവസേനയുള്ള നിങ്ങളുടെ സ്വഭാവത്തിലാവാം,
ചിന്തയിലാവാം, വികാരങ്ങളിലാവാം, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ അനുഭവിക്കുന്നത് എങ്ങനെ എന്നതിലാകാം. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ പേശികളുടെ ഘടന മാത്രമല്ല, ശരിക്കും ശ്രദ്ധിക്കുകയാണെങ്കിൽ ശരീരം നിങ്ങൾക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു. നിങ്ങൾക്കറിയാൻ പറ്റും എല്ലാ ദിവസവും അത് വ്യത്യസ്തമാണെന്ന്. കാരണം പ്രാരാബ്ധം ഒരു പ്രത്യേക രീതിയിൽ സംഭവിക്കുകയാണ്. അതാണ് എല്ലാത്തിനും കാരണമാകുന്നത്. മാനസിക ഘടനയിൽ സംഭവിക്കുന്ന ഓർമ്മകളുടെ അനാച്ഛാദനങ്ങൾ സ്വാഭാവികമായും ഒരു സംവേദനത്വം അല്ലെങ്കിൽ അങ്ങനെ ഒരു പാറ്റേൺ ഈ ശരീര വ്യവസ്ഥയിൽ സൃഷ്ടിക്കുന്നു. അപ്പോൾ ആ ദിവസം ഏതു തരത്തിലുള്ള പ്രാരാബ്ധമാണ് നിങ്ങൾക്കുള്ളത്, അതിനനുസരിച്ച് ശരീരം പെരുമാറാൻ തുടങ്ങും. നിങ്ങൾ ബോധവാനാണെങ്കിൽ നിങ്ങളുടെ ശാരീരികമായ അനുഭവത്തെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം ഇന്ന് എന്താണ് വരാൻ പോകുന്നതെന്ന്. നിങ്ങളിൽ പലരും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചില ദിവസങ്ങളിൽ എന്നെങ്കിലും മോശം കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ നിങ്ങൾക്ക് സുഖകരമായൊരു അവസ്ഥയായിരുന്നിരിക്കില്ല. അന്ന് നിങ്ങൾ നേരെ ചെന്ന് അപകടത്തിൽ ചാടും. നിങ്ങൾ സാധാരണ മനുഷ്യരായിരിക്കും. നിങ്ങൾക്ക് അതീന്ദ്രിയ ജ്ഞാനമോ ബോധപ്രാപ്തിയോ ഒന്നും തന്നെ ആവശ്യമില്ല. ഒരുപാട് സാധാരണക്കാരായ ആളുകൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടാകും. ആ ദിവസം എന്തെങ്കിലും അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അതിനുള്ള സൂചനകൾ അവർക്ക് കിട്ടും. എന്നാൽ അത് എന്താണ് എന്ന് നിർണ്ണയിക്കാൻ അറിയാത്തതിനാൽ അവർ അപകടത്തിൽ ചാടും. അത് തിരിച്ചറിയാൻ കഴിയുന്നവർ ആ ദിവസം അവർ പിന്മാറും. അവർക്കറിയാം ഇന്ന് നല്ലൊരു ദിവസമല്ലെന്ന്. അപ്പോൾ നല്ല ദിവസമല്ല എന്നാൽ ആ ദിവസത്തിന് എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടല്ല. ആ ദിവസം നിങ്ങൾക്ക് നല്ലതല്ല. കാരണം നിങ്ങളുടെ മുഴുവൻ ഘടനയും ഒരു പ്രത്യേക രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. കാരണം ഈ ഓർമ്മകൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു, നിങ്ങളുടെ ഊർജ്ജത്തെ ബാധിക്കുന്നു, മനസ്സിനെ ബാധിക്കുന്നു, ചുറ്റുമുള്ളതിനെ എല്ലാം ബാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് പ്രാരാബ്ധം ആവിർഭവിക്കുന്നത്. രാത്രിയിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. സ്വപ്നങ്ങളുടെ രൂപത്തിൽ വിചിത്രമായ പല കാര്യങ്ങളും അതിലുണ്ടാകും. ഇങ്ങനെയുള്ള സ്വപ്നങ്ങളിൽ നിങ്ങളുടെ അരികിൽ നിങ്ങൾക്കറിയുന്നതോ നിങ്ങൾക്ക് പരിചയമില്ലാത്തതോ ആയ ആളുകളുണ്ടാകും. നിങ്ങൾക്കറിയുന്നതോ അറിയാത്തതോ ആയ സാഹചര്യങ്ങളിലാവും നിങ്ങൾ ഇരിക്കുന്നത്. എല്ലാം പരസ്പരം കൂടിക്കലർന്നിരിക്കും. പലരും ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലായിരിക്കും. അവിടെ അപരിചിതനായ ഒരു വ്യക്തി ഇരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ അപരിചിതമായ ഒരു സ്ഥലത്ത് കുടുംബത്തോടൊപ്പം ഇരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നത് എന്താണ്, നിങ്ങൾക്ക് പരിചയമില്ലാത്തത് എന്താണ്? ബോധപൂർവം ഓർമ്മിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ബോധപൂർവം ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ, സ്വപ്നത്തിൽ ഇവയെല്ലാം കൂടിക്കുഴഞ്ഞിരിക്കുന്നു. ഇത് പ്രാരാബ്ധങ്ങളുടെ ഒരു തുറന്നുവിടലാണ്. ഇതിന് ചില അർത്ഥങ്ങളുണ്ടാവാം. അതായത് നിങ്ങൾ ഈ സ്വപ്നങ്ങളിലെ ചിത്രങ്ങളെ നിങ്ങൾ നിരീക്ഷിക്കേണ്ടതില്ല. എന്നാൽ അതിൻ്റെ അവശേഷിപ്പുകളെ ഒന്ന് നോക്കുക. ആ സ്വപ്നങ്ങൾ എങ്ങനെ സംഭവിച്ചു? അത് നിങ്ങളുടെ ഉറങ്ങിക്കിടന്ന ആഗ്രഹങ്ങളെ വെറുതെ തുറന്നുവിടുക മാത്രമാണോ ചെയ്തത്? അതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓർമ്മകൾ അവിടെ സംഭവിക്കുന്നുണ്ടോ? സ്വപ്നങ്ങളിലെ ചിത്രങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർക്കേണ്ടതില്ല. ചിത്രങ്ങൾ അത്ര പ്രധാനപ്പെട്ടതല്ല. പക്ഷെ അത് ശരീരത്തിലുണ്ടാക്കിയ അവശേഷിപ്പുകൾ. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്കെങ്ങനെയാണ് അനുഭവപ്പെട്ടത്? ഇതുകൊണ്ടാണ് നമ്മൾ ശരിക്കും ജീവിതത്തെ നന്നായി നിരീക്ഷിക്കുന്ന ആളുകൾ എല്ലാ രീതിയിലുമുള്ള ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കിതൊന്നും ശ്രദ്ധിക്കാൻ കഴിയില്ല. എല്ലാ ദിവസവും എപ്പോഴും നിങ്ങൾക്ക് നരകം തന്നെയായിരിക്കും അനുഭവപ്പെടുന്നത്. അവർ അതിൽ നിന്നും പുറത്ത് കടക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരിക്കൽ നിങ്ങൾ നാഡീവ്യവസ്ഥയിൽ കളിക്കാൻ തുടങ്ങിയാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറന്നേക്കൂ. ഇത് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ളതല്ല. ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇതൊരിക്കലും നടക്കില്ല. കാരണം നിങ്ങളുടെ നാഡീവ്യവസ്ഥ മറ്റെന്തെങ്കിലും ആയിരിക്കും പറയുക. അതിന് മറ്റൊരു സ്വഭാവമായിരിക്കും. ഈ പ്രാരാബ്ധം
നമ്മൾ സംസാരിച്ച രണ്ടാമത്തെ തരത്തിലുള്ള സ്വപ്നം, അതിന് ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ കഴിയും. ഒരാൾക്കത് നിരീക്ഷിക്കാൻ കഴിയുമെങ്കിൽ, പ്രത്യേകിച്ച് അത് നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് എന്തെങ്കിലും കേടുപാട് പറ്റുന്ന കാര്യമാണെങ്കിൽ, പ്രാരാബ്ധത്തെ നിരീക്ഷിക്കുക എന്നത് ഏറ്റവും അനുയോജ്യമായ കാര്യമാണ്. ഞാനൊരിക്കലും സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാറില്ല. കാരണം ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. അവർ ഒരുപാട് കാര്യങ്ങൾ ഭാവനയിൽ കണ്ട് ആകെ കുഴപ്പത്തിലാകും. ദിവസേന എന്നോണം ഞാനത് സ്വപ്നത്തിൽ കണ്ടതുകൊണ്ട് അത് സംഭവിക്കാൻ പോവുകയാണ്, നാളെ അത് സംഭവിക്കാൻ പോകുന്നു. അവരുടെ ഭാവന വന്യമായി ഓടിക്കൊണ്ടിരിക്കും. രാത്രി മാത്രമല്ല സ്വപ്നങ്ങൾ സംഭവിക്കുക, പകൽ മുഴുവനും അവർ സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ സ്വപ്നങ്ങളുടെ മൂന്നാമത്തെ പാളി, എന്നാൽ നിങ്ങൾ ജീവിതത്തിൽ ഒരു അനുഭവം നേടിയിട്ടുള്ള ആളാണെങ്കിൽ നമുക്കതിനെക്കുറിച്ചൊരു സർവേ നടത്താവുന്നതാണ്. നിങ്ങൾ പലരും ഒരു തീവ്രമായ അനുഭവത്തിലൂടെ കടന്നു പോയതിനു ശേഷം, ഉദാഹരണത്തിന് നിങ്ങൾ ശാംഭവി ദീക്ഷ സ്വീകരിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ ഭാവസ്പന്ദനയിലൂടെ കടന്നുപോയി, അല്ലെങ്കിൽ നിങ്ങൾ സംയമ പ്രോഗ്രാമിലൂടെ കടന്നുപോയി, അങ്ങനെ ഏതെങ്കിലും ദീക്ഷ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങളുടെ സ്വപ്നങ്ങളുടെ പാറ്റേൺ മാറിയിട്ടുണ്ടാവും. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളുടെ രീതി മാറിയിട്ടുണ്ടാകും. സ്വപ്നങ്ങളുടെ അളവിന് മാറ്റം വന്നിട്ടുണ്ടാകും. അത് കൂടുതലായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കുറവായിട്ടുണ്ടാകാം. ശക്തമായൊരു അനുഭവത്തിന് ശേഷം എന്തെങ്കിലും മാറ്റമുണ്ടായിട്ടുണ്ടാകും. ശക്തമായ അനുഭവം എന്നാൽ എന്താണ് അർത്ഥം? ശക്തമായ അനുഭവം എന്നാൽ എങ്ങനെയോ നിങ്ങൾക്കുള്ളിലെ ഒരു തടസ്സത്തെ മറികടന്നിരിക്കുന്നു. അവിടെ ഒരുപാട് പരിധികളുടെ പാളികളുണ്ട്. അത് നിങ്ങൾ തന്നെ നിങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കിയതാണ്. ഒരു ദിവസം അതിൽ ഒന്നിനെ നിങ്ങൾ തകർത്തു, അല്ലെങ്കിൽ ഒരു പരിധിയെ നിങ്ങൾ മറികടന്നു. അപ്പോൾ സ്വപ്നത്തിന്റെ രീതിക്ക് മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു കാര്യം, അതുവരെ ആവിർഭവിക്കാതിരുന്ന ഒരു ഓർമ്മയുടെ കൂമ്പാരം, അത് ചിത്രത്തിലേക്ക് വരുന്നു. ന്യൂ റിലീസ്. നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്നറിയില്ല. ഇന്ത്യയിൽ എല്ലാ വെള്ളിയാഴ്ചയും ഒരു ന്യൂ റിലീസ് ഉണ്ടാകാറുണ്ട്. അതായത് ഒരു സിനിമ റിലീസാകുന്നു. അപ്പോൾ ഇതൊരു ന്യൂ റിലീസാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്നൊരു ന്യൂ റിലീസ് ഉണ്ടാകുന്നു. കാരണം ശക്തമായ ഒരു അനുഭവം സംഭവിച്ചു. അപ്പോൾ ഓർമ്മയുടെ ഒരു പ്രത്യേക പരിധിക്ക് വിള്ളലുണ്ടാകുന്നു. ആ പരിധി നിങ്ങൾക്ക് സംരക്ഷണമായിരുന്നു. കാരണം അവയെല്ലാം ഒറ്റയടിക്ക് തുറക്കുകയാണെങ്കിൽ ഒരു മനസ്സിനും അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല, അത് തകർന്നു പോകും. അപ്പോൾ ഇത് ഓർമ്മകളുടെ ഒരു കൂമ്പാരമാണ്, കർമ്മപദാർത്ഥങ്ങളുടെ ഒരു കലവറയാണ്. അതിനെയാണ് സഞ്ചിത എന്ന് വിളിക്കുന്നത്. അത് ഓർമ്മകളുടെ വലിയൊരു കലവറയാണ്. അതെല്ലാം ഒരുമിച്ച് വന്നാൽ ആർക്കും അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിൽ നിന്നും ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നു. അതിനർത്ഥം ഈ ജീവിതം മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സാധ്യതകൾ നിറഞ്ഞതായിത്തീരുന്നു. ഇതുവരെ നിങ്ങളുടെ ജീവിതം ഓർമ്മകളുടെ ഒരളവ് കൊണ്ടുള്ളതായിരുന്നു. പക്ഷെ നിങ്ങളിപ്പോൾ അതിനെ വലിയൊരു അനുഭവത്താൽ പൊട്ടിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇത് വലിയൊരു സാധ്യതയായി മാറി. വലിയൊരു സാധ്യത എന്നാൽ നിങ്ങളിതിനെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ ഈ വലിയൊരു സാധ്യത വലിയ കാര്യമാണ്. ഇതിനെ മോശമായി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഈ വലിയ സാധ്യത വലിയ പ്രശ്നമായി മാറും. ശരിക്കും ആളുകൾ അതുകൊണ്ട് മാത്രമാണ് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. അതായത് മനുഷ്യന്റെ ജീവിതം വലിയൊരു സാധ്യതയാണ് മറ്റു ജീവികളെ അപേക്ഷിച്ച്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം, ശരിയല്ലേ? നിങ്ങൾ മറ്റേതെങ്കിലും ജീവിയെപ്പോലെയാണെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി സമാധാനമായിരിക്കാം. പക്ഷെ അത് വലിയൊരു സാധ്യതയാണ് എന്നതിനാൽ അതാണ് പ്രശ്നമായി മാറുന്നത്. അപ്പോൾ ഒരു വലിയ സാധ്യത ഇവിടെ തുറക്കുമ്പോൾ, അപ്പോൾ ശരിയായി കൈകാര്യം ചെയ്താൽ അത് വളരെ മനോഹരമായി മാറും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് വേദനാജനകമായിരിക്കും. അത് വേദനാജനകമാണെങ്കിലും ആത്യന്തികമായി നോക്കുകയാണെങ്കിൽ അത് എപ്പോഴും നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങൾക്കത് ഇഷ്ടമല്ല. ഇപ്പോൾ ഹഠയോഗ വേദനിപ്പിക്കുന്ന കാര്യമാണ്, ശരിയല്ലേ? യോഗ എന്തായാലും ബുദ്ധിമുട്ടാണ്, അതെങ്കിലും നമുക്ക് അംഗീകരിക്കാം.
അത് ബുദ്ധിമുട്ടാണ്. എങ്കിലും നമ്മളത് ചെയ്യുന്നു. കാരണം ആത്യന്തികമായി നോക്കുകയാണെങ്കിൽ അത് നമുക്ക് നല്ലതാണ്. അത് നമ്മൾ തിരിച്ചറിയുന്നത് കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾക്കുള്ളിലെ ഓർമ്മകളുടെ പുതിയ തലങ്ങളെ നിങ്ങൾ തുറക്കുമ്പോൾ അത് വേദനയുണ്ടാക്കും. കാരണം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ അല്പം കൂടി വേഗത്തിലാക്കി. മിക്കവാറും അടുത്ത ഘട്ടത്തിൽ കൈകാര്യം ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും. കാരണം നിങ്ങളിപ്പോൾ അല്പം ധൃതിയിലാണ്. നിങ്ങൾ പറയുകയാണ് ഇനി അധികം ഘട്ടങ്ങളൊന്നും വേണ്ട, നിങ്ങൾക്കെല്ലാം ഈ ഘട്ടത്തിൽ തന്നെ തീർക്കണം. ഇപ്പോൾ അത് അല്പം കൂടി സങ്കീർണമായി അല്ലേ? പക്ഷെ നിങ്ങളത് കൈകാര്യം ചെയ്താൽ അത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ആത്മീയ പാതയിലേക്ക് വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളും, അതായത് പ്രപഞ്ചത്തിൻ്റെ പല കോണുകളിൽ നിന്നും നിങ്ങൾക്ക് അടി കിട്ടുന്നത് പോലെ തോന്നും. അതാണ് അതിൻ്റെ സ്വഭാവം. നിങ്ങൾ സാധാരണ കൈകാര്യം ചെയ്യാത്ത ഒരു തലം അവിടെ തുറക്കപ്പെടുന്നു. ഇവിടെ എങ്ങനെയാണ് എന്നെനിക്കറിയില്ല. ഇന്ത്യയിൽ 10ാം ക്ലാസ് എന്നറിയപ്പെടുന്ന ഒരു സംഗതിയുണ്ട്. Which is a board exam. Okay. അത്ര വലിയ കാര്യമൊന്നുമല്ല, ചെറിയ കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. പക്ഷേ ഈ ക്ലാസ്സിൽ കുട്ടികളെല്ലാം വളരെ പേടിയോടെയാണ് ഇരിക്കുക സാധാരണ. കാരണം പരീക്ഷ നോക്കാൻ വരുന്ന ടീച്ചർമാർ അവരുടെ സ്വന്തം ടീച്ചർമാരല്ല, മറ്റെവിടെ നിന്ന് വരുന്ന ടീച്ചർമാരാണ് പേപ്പർ നോക്കുന്നത്. അതുവരെ നിങ്ങൾ എങ്ങനെ പാസ്സായി എന്നതിന് കാര്യമില്ല. അതുകൊണ്ട് കൂടുതൽ പേരും ഭീതിയിലായിരിക്കും. ആ ദിവസങ്ങളിൽ വയറിളക്കത്തിലുള്ള ഒരുപാട് ഗുളികകൾ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. പരീക്ഷ വരുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇത് കുട്ടികളെ ഒരുക്കി എടുക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ്, റിഹേഴ്സൽ. ഇനിയും 12ാം ക്ലാസ് എന്ന് പറയുന്ന ഒരു സംഗതി വരാനുണ്ട്. നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായാൽ ഈ വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഒരു മൈൽ സ്റ്റോൺ ആയിട്ടാണ് അതിനെ കണക്കാക്കപ്പെടുന്നത്. എന്ന് വെച്ച് നിങ്ങളൊരു നല്ല സ്ഥലത്തേക്ക് പോകുന്നില്ല. പെട്ടെന്ന് 11ഉം 12ാം ക്ലാസ്സും വരുന്നു. അതിൽ തീർത്തും വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അതുവരെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ആയപ്പോൾ അത് തീർത്തും വ്യത്യസ്തമായി പ്രശ്നങ്ങൾ 4 ഇരട്ടിയായി മാറിയതുപോലെ തോന്നും. സിലബസ് ആണെങ്കിലും അതിൻ്റെ സങ്കീർണതയാണെങ്കിലും കൂടുതൽ പഠിക്കാനുണ്ട്. അപ്പോൾ പാസ്സാകുന്നത് എപ്പോഴും നല്ല കാര്യമല്ല. പക്ഷേ നിങ്ങൾ പാസ്സായില്ലെങ്കിൽ നിങ്ങൾ അടുത്ത പടിയിലേക്ക് പോകില്ല. നിങ്ങൾ ഒരേ പടിയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ഉറച്ചു പോകും. നിങ്ങൾ അടുത്ത പടിയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കും. That is bound to be there. So this is just like that. നിങ്ങൾ ഒരേ സ്ഥലത്ത് തുടരുകയാണെങ്കിൽ ജീവിതം സുഖകരമാണെന്ന് കാണപ്പെടും. നിങ്ങൾ അടുത്ത പടിയിലേക്ക് കടന്നാൽ തീർച്ചയായും അത് പുതിയ കാര്യമാണ്. എന്നാൽ അത് കൈകാര്യം ചെയ്യാൻ കൂടുതൽ സങ്കീർണതകളുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സ്വപ്നങ്ങളുടെ കാര്യത്തിൽ അത് പൂർണ്ണമായി വ്യത്യസ്തമായ വഴികളിലൂടെ ആവിർഭവിക്കും. നിങ്ങളുടെ സ്വപ്നത്തിൽ സഞ്ചിത ആവിർഭവിക്കാൻ തുടങ്ങുമ്പോൾ അത് പൂർണ്ണമായും അങ്ങേയറ്റം അർത്ഥരഹിതമായ സ്വപ്നങ്ങൾ ആയിരിക്കും. ഒരു ഭാഗം അവിടെ, ഒരു ഭാഗം ഇവിടെ, ഒന്നവിടെ, ഒന്നിവിടെ, ഒന്നിനും ഒരു തുടർച്ച ഉണ്ടാവില്ല. അത് വന്യമായ സ്വപ്നങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അതിന് യാതൊരു അർത്ഥവും ഉണ്ടാവില്ല. നിങ്ങൾക്ക് അതിനോടൊരു അർത്ഥവും ചേർത്ത് വയ്ക്കാൻ കഴിയില്ല. ഇങ്ങനെ സംഭവിച്ചു. നിങ്ങൾക്ക് ബെർണാഡ് ഷായെ അറിയുമോ? ബെർണാഡ് ഷായെ അറിയില്ലേ? നാടകരചയിതാവ്. ശരി. ഒരു പുതിയ നാടകരചയിതാവ്. അയാൾ നാടക സംവിധായകനുമാണ്. ഒരിക്കൽ ബെർണാഡ് ഷായെ അയാളുടെ നാടകം കാണാൻ ക്ഷണിച്ചു. ഷാ അവിടെ ചെന്ന് ഇരുന്നു. വൈകാതെ അദ്ദേഹം ഉറക്കത്തിലേക്ക് വഴുതിപ്പോയി. നാടകം കഴിഞ്ഞപ്പോൾ യുവാവായ കലാകാരൻ അല്ലെങ്കിൽ രചയിതാവ് ഷായുടെ അടുത്തിരുന്ന് ചോദിച്ചു, ഞാൻ നിങ്ങളെ ക്ഷണിച്ചതിന് കാരണം നിങ്ങളുടെ അഭിപ്രായം എനിക്കറിയണം. ഇതെൻ്റെ ആദ്യത്തെ നാടകമാണ്. ബെർണാഡ് ഷാ അയാളെ നോക്കിയിട്ട് പറഞ്ഞു, ഈ ഉറക്കം എൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ നിങ്ങൾ നന്നായി ഉറങ്ങുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ നന്നായി ഉറങ്ങുന്നു. അത് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ളൊരു സൂചനയാണ്.
മറ്റൊരു രീതിയിലുള്ള സ്വപ്നമുണ്ട്. അത് ശരിക്കും ഒരു സ്വപ്നമല്ല. ഇപ്പോൾ ഇവിടെ ഭൈരവിയുണ്ട്. അവളൊരു സ്വപ്നമാണ്, സ്വപ്നത്തിൽ സൃഷ്ടിക്കപ്പെട്ടവളാണ്. നമുക്ക് സ്വപ്നം കൊണ്ട് സൃഷ്ടിക്കാം, അങ്ങനെ അതിനെ യാഥാർത്ഥ്യമാക്കി മാറ്റാം. അല്ലെങ്കിൽ ഇതൊരു സ്വപ്നമാണ്, നിങ്ങളുടെ ഊർജങ്ങളെയും ബോധത്തെയും ഒരു പ്രത്യേക രീതിയിൽ ഉറപ്പിക്കുന്ന സ്വപ്നം. ഞാൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, ഓസ്ട്രേലിയയിലെ ചില പ്രദേശങ്ങളിൽ ആദിവാസികളായ ആളുകൾ സൃഷ്ടി നടന്ന സമയത്തെ സ്വപ്ന നിമിഷമെന്നാണ് വിളിക്കുന്നത്. സ്രഷ്ടാവ് സ്വപ്നത്തിൽ അതിനെ സൃഷ്ടിച്ചു. ഇന്ത്യയിൽ നമ്മളിതിനെ മായ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഇല്യൂഷൻ, അല്ലെങ്കിൽ ഒരു ഇല്യൂഷനെ നമുക്ക് സ്വപ്നമെന്ന് വിളിക്കാം. ശരിയല്ലേ? അതിനെ വിളിക്കുന്ന സ്വപ്ന സമയമെന്നാണ്. സൃഷ്ടിയുടെ സമയം സ്വപ്നമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മൾ പറയും ലീല. അയാൾ കളിക്കുകയാണ്, സ്രഷ്ടാവ്. സ്രഷ്ടാവ് ഈ സ്വപ്നങ്ങൾ വെച്ച് കളിക്കുകയാണ്. ലീല, മായ എന്നീ വാക്കുകളെല്ലാം സൃഷ്ടിയെ സൂചിപ്പിക്കുന്നു, അതിൻ്റെ ഏറ്റവും അനുയോജ്യമായ വിധത്തിൽ. കാരണം അതങ്ങനെയാണ്. പിന്നെ തന്ത്ര എന്ന് പറയുന്നതിൻ്റെ മുഴുവൻ ശാസ്ത്രവും ഇത്രമാത്രമാണ്. നിങ്ങൾ ഒരു കാര്യം സ്വപ്നം കാണുന്നു, സാവധാനം നിങ്ങൾ അതിനെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നു. ആദ്യം ഇവിടെ സൃഷ്ടിക്കുന്നു, പിന്നെ പതുക്കെ അതിനെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നു. എല്ലാ മൂർത്തികളെയും ഇങ്ങനെ സൃഷ്ടിച്ചതാണ്. ഒരു പ്രത്യേക ഉദ്ദേശത്തിനു വേണ്ടി ആദ്യം ഇവിടെ സൃഷ്ടിക്കുന്നു, പിന്നെ പതുക്കെ തന്നെ പുറത്തേക്ക് വിടുന്നു. അത് അത്രയും യാഥാർത്ഥ്യമായി നിലകൊള്ളുകയും ചെയ്യും എല്ലാവരുടെയും അനുഭവത്തിൽ. അല്ലാതെ അത് നിങ്ങളുടെ അനുഭവത്തിൽ മാത്രമായിരുന്നെങ്കിൽ അത് സ്വപ്നമായി തന്നെ അവശേഷിച്ചേനെ. എന്നാൽ നിങ്ങളുടെ സ്വപ്നം മറ്റുള്ളവരുടെ അനുഭവത്തിലും വരികയാണെങ്കിൽ അതൊരു യാഥാർത്ഥ്യമായി തീരുമല്ലേ? നിങ്ങളാരെയും നിർദ്ദേശങ്ങൾ നൽകി സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതല്ല. നിങ്ങളവരെ എന്തെങ്കിലും ശക്തമായ നിർദ്ദേശങ്ങൾ കൊണ്ട് ഹിപ്നോട്ടൈസ് ചെയ്തുകൊണ്ടല്ല. നിങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ദേവീക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അത് നിങ്ങളുടെ മുഖത്തടിക്കും. നിങ്ങൾക്കൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല, കാരണം ഇപ്പോൾ അവൾ യാഥാർത്ഥ്യമാണ്. എന്നാൽ 2-3 വർഷങ്ങൾക്ക് മുമ്പ് അവൾ വെറും ഒരു സ്വപ്നമായിരുന്നു. ഇപ്പോൾ ഈ സ്വപ്നം ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളും ശരിക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതൊരു സ്വപ്നമാണ്. ഒരു പ്രത്യേക രീതിയിൽ അതിന് ഭൗതികമായി ഒരു മാനമുണ്ടായി. എന്നാൽ യാതൊരു വസ്തുവും ഉപയോഗിക്കാതെ നിങ്ങൾക്ക് ഒരു സ്വപ്നത്തിന് രൂപം നൽകാൻ കഴിയും. ശരിക്കും അത് സ്വപ്നമല്ല, അതാണ് സൃഷ്ടി. ഇങ്ങനെയാണ് മുഴുവൻ സൃഷ്ടിയും നടന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ മായയുമായി കളിക്കാൻ അറിയുമെങ്കിൽ, ഞാൻ മായയുമായി കളിക്കുക എന്ന് പറയുമ്പോൾ, നോക്കൂ, എനിക്ക് വേണമെങ്കിൽ ഒരു പന്ത് തട്ടി കളിക്കാം. ഇവിടെ ഒരു പന്തില്ല, പക്ഷെ ഞാൻ കളിക്കുകയാണ്. ഇത് വേണ്ടത്ര തീവ്രമായി ചെയ്യുകയാണെങ്കിൽ അല്പസമയം കഴിഞ്ഞാൽ അവിടെ ഒരു പന്തുണ്ടാവും. അത് മറ്റെവിടെ നിന്നെങ്കിലും വരണമെന്നില്ല. നിങ്ങളിത് ശരിക്കും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു പന്ത് ചാടി കളിക്കുന്നത് നിങ്ങൾക്ക് കാണാം. എൻ്റെ അനുഭവത്തിൽ മാത്രമല്ല, ഇവിടെ ആരെല്ലാം വരുന്നുണ്ട് അവർക്കെല്ലാം പന്തിനെ അനുഭവിക്കാൻ കഴിയും. ഇതാണ് സൃഷ്ടി. അതും ഈ സ്വപ്നത്തിൽ വേരൂന്നിയതാണ്. കാരണം നിങ്ങൾ സഞ്ചിതത്തിൻ്റെ അതിരുകൾ ലംഘിച്ചാൽ പിന്നെ നിങ്ങൾ സ്പർശിക്കുന്നത് സൃഷ്ടിയുടെ ഉറവിടമായ മാനത്തെയാണ്. അവിടെ മനസ്സിന് പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ, സാധാരണ നിങ്ങൾ അതിൽ സ്പർശിക്കുമ്പോൾ മനസ്സിന് താങ്ങാൻ കഴിയില്ല, അല്ലെങ്കിൽ അതിനുള്ള പരിശീലനം വേണം. സാധാരണ അത് ആവിയായി പോവും. ഇതിനെയാണ് ചില ആളുകൾ പറയുന്നത് നോ മൈൻഡ് എന്ന്. നിങ്ങളൊരു പ്രത്യേക ഇടത്തേക്ക് പോവുകയാണ്. അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഊർജത്തിൻ്റെ സാന്നിധ്യം വരുമ്പോൾ അവിടെ നിങ്ങൾ മരവിച്ചു പോകും. അതൊരു ആശയക്കുഴപ്പമല്ല, മനസ്സിന് നിലനിൽക്കാൻ കഴിയാത്ത ഒരു സ്ഥലമാണത്. അല്ലെങ്കിൽ
മനസ്സ് അങ്ങനെയുള്ള ഒരു പരിശീലനത്തിലൂടെ കടന്നു പോയിരിക്കണം. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ഒരു, അല്ലെങ്കിൽ നമുക്ക് പറയാം സാധാരണ പറയുന്നത് പോലെ ഞാൻ ദൈവത്തെ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് മരവിച്ചാൽ അതൊരു നഷ്ടമാണ്, അല്ലേ? കഷ്ടപ്പെട്ടാണ് അവിടെ എത്തിയത്. അവിടെ എത്തിയപ്പോൾ നിങ്ങൾ മരവിച്ചു പോയി. അപ്പോഴും അതിന് പ്രയോജനമുണ്ട്. എന്നാൽ നിങ്ങളുടെ മനസ്സ് അത്രമാത്രം പരിശീലിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു സാധനയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ തലം കടക്കുമ്പോൾ, ഓർമ്മകളില്ലാത്ത സ്ഥലത്തെത്തുമ്പോൾ, ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് ഇവിടെ നിലനിൽക്കാൻ കാരണം അവിടെ ഓർമ്മകളുണ്ട് എന്നുള്ളതാണ്. ഓർമ്മകളുടെ ഭൂപ്രദേശം കടന്നുകൊണ്ട് നിങ്ങൾ മറ്റൊരു തലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഗ്രഹണം മാത്രമേ അവിടെയുള്ളൂ. ഭൂരിഭാഗം മനസ്സുകളും, ഞാൻ പറയുന്ന 99.9999% മനസ്സുകളും, നിങ്ങൾക്ക് എത്ര 9 വേണമെങ്കിലും ചേർക്കാം, അത്രത്തോളം ശതമാനത്തോളം മനസ്സുകളും മരവിച്ചു പോകും. കാരണം അവിടെ അവർക്ക് ഓർമ്മകളില്ല. ഈ മനസ്സുകളെല്ലാം ഓർമ്മകൾ നിലനിൽക്കുന്നതുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്നവയാണ്. ഓർമ്മകൾ എടുത്തു മാറ്റിയാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. നിങ്ങൾ യോഗ ചെയ്യുമ്പോൾ മനസ്സിനെ പരിശീലിപ്പിക്കുകയാണ്. അപ്പോൾ നാളെ നിങ്ങളുടെ ഓർമ്മകളെല്ലാം ഇല്ലാതായാലും, നിങ്ങളുടെ മുഴുവൻ കർമ്മങ്ങളുടെ കൂമ്പാരവും ഇല്ലാതായാലും, അപ്പോഴും നിങ്ങൾക്കൊരു മനസ്സുണ്ട്. അപ്പോൾ നിങ്ങളുടെ ശരീരം താഴെ വീണാൽ, അതായത് നിങ്ങൾ മരിച്ചാൽ, അപ്പോഴും നിങ്ങൾക്ക് മനസ്സുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം, ആഗ്രഹിക്കുന്നിടത്തേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രേരണയ്ക്കനുസരിച്ച് നിങ്ങൾ നീങ്ങും. അപ്പോൾ ഇവയാണ് 4 തരത്തിലുള്ള സ്വപ്നങ്ങൾ. അവസാനം പറഞ്ഞതിനെ നിങ്ങൾക്ക് സ്വപ്നമെന്ന് വിളിക്കാൻ കഴിയില്ല. അത് എന്താണ് പറയുക? അത് മറ്റേ തീരുമാണ്. അത് ഈ കരയല്ല, അത് അസ്തിത്വത്തിന്റെ മറുകരയാണ്. അപ്പോൾ ഒരു കാര്യം, ഒരു ഉപദേശം എന്ന നിലയിൽ എനിക്ക് പറയാൻ ഉള്ളത്, സ്വപ്നം എന്താണെങ്കിലും അതിനെ അവഗണിക്കാൻ പഠിക്കുക. കാരണം നിങ്ങൾ സ്വപ്നങ്ങൾക്ക് അർത്ഥം കണ്ടെത്താൻ തുനിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിന്റെ അർത്ഥം നഷ്ടമാകും. പിന്നെ നിങ്ങളൊരു മായയിലായിത്തീരും.